ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ഉണ്ണിമായ ഷിൻസു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി പാലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പച്ചരിയാണ്. 8-9 മണിക്കൂർ കുതിർത്തി വെച്ച പച്ചരിയാണ്. നമുക്ക് തലേ ദിവസം തന്നെ നമുക്ക് അരി വെള്ളത്തിട്ടിട്ട് പിറ്റേ ദിവസം നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. നിങ്ങളും അതേപോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് തേങ്ങയാണ്. ഞാനിവിടെ തേങ്ങ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചിരവി എടുക്കാം. അങ്ങനെ 1 കപ്പ് തേങ്ങ വേണം. പിന്നെ വേണ്ടത് ചോറാണ്. ഏത് അരിയുടെ ചോറാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് വീട്ടിൽ എന്താണോ ഉള്ളത് അത് തന്നെ എടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് തലേ ദിവസത്തെ ചോറാണ്. പ്രത്യേകം തലേ ദിവസത്തെ ചോറ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴേ നമ്മുടെ അപ്പം നല്ല ടേസ്റ്റ് ആൻഡ് സോഫ്റ്റ് ആയി കിട്ടുള്ളൂ. അന്നത്തെ ദിവസത്തെ ചോറ് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ വേണ്ടത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. കുറച്ചുകൂടെ മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാവുന്നതാണ്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നമുക്ക് അടുത്ത് വേണ്ടത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റിനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ. അങ്ങനെ മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ചിരവിയ തേങ്ങ ചേർക്കാം. അടുത്തത് ചേർക്കുന്നത് പഞ്ചസാര. പിന്നെ ചോറ്. തലേ ദിവസത്തെ ചോറ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ചുകൂടി ടേസ്റ്റ് തലേ ദിവസത്തെ ചോറാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഏത് അരിയുടെ ചോറെടുത്താലും കുഴപ്പമില്ല കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരക്കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അരച്ച് കഴിഞ്ഞു. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് പാതി അരച്ചിട്ട് നിർത്തണം കേട്ടോ അവിടെ. എന്നിട്ട് ചേർക്കേണ്ടത് ഒരു 1/4 സ്പൂൺ ഈസ്റ്റാണ്. നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ഈസ്റ്റ് എടുക്കാം. 1/4 വേണ്ട, കുറച്ചെടുക്കാം. ഇത്രയും മതിയാവും. ഇത്രയും ഈസ്റ്റും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഈസ്റ്റിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കുന്നത്. നല്ലപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കിനി വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം നമ്മൾ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു. ഇനി ഇതേ ജാറിൽ തന്നെ നമ്മൾക്ക് അരി അരച്ചിട്ടില്ല. അപ്പോൾ ഈ എല്ലാ അരിയും നമ്മൾ ഇതേ ജാറിൽ തന്നെ അരച്ചെടുക്കാം. അരി കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കാം. മതിയാം. കുറച്ച് വെള്ളം ചേർത്താൽ മതി. കുറച്ച് വെള്ളം ചേർത്തിട്ട് എല്ലാ അരിയും ഇതുപോലെ തന്നെ നമുക്കത് അരച്ചെടുക്കാം. അങ്ങനെ നല്ല പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള എല്ലാ അരിയും ഇനി കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ അരിയും അരച്ചെടുത്തൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 5-6 മണിക്കൂർ പുളിക്കാനായിട്ട് വെക്കണം.
നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ചാണ്. നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ 1.5-2 മണിക്കൂറിലും നന്നായി പുളിച്ച് വരും. ഇവിടെ കുറച്ച് തണുപ്പ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ 5-6 മണിക്കൂറെന്ന് പറഞ്ഞത്. ഇവിടെ ക്ലൈമറ്റ് കുറച്ച് തണുപ്പായത് കൊണ്ട് മെല്ലെ പൊന്തി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമുക്കൊരു അടച്ചു വയ്ക്കാം. എന്നിട്ട് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ 5 മണിക്കൂറായി കഴിഞ്ഞ് നമുക്ക് നോക്കാം. നല്ല പോലെ പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് നമ്മളുടെ പാലപ്പത്തിൻ്റെ മാവ്. നല്ല പോലെ പതഞ്ഞ് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. നമ്മൾ അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉപ്പ് ചേർത്താൽ മതിയാവും. നല്ല പോലെ ബബിൾസൊക്കെ വന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 സ്പൂൺ ഉപ്പ് ചേർക്കാം. എനിക്കിവിടെ ആപ്പക്കല്ലില്ല, അപ്പം ഉണ്ടാക്കുന്ന കല്ലില്ല, അതുകൊണ്ട് ഞാൻ ദോശക്കല്ലിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ആപ്പക്കല്ലുണ്ടെങ്കിൽ നിങ്ങൾ അതിനുണ്ടാക്കിയാലും മതിയാവും. ഇല്ലെങ്കിൽ ദോശക്കല്ലുള്ളവർക്ക് ദോശക്കല്ല് ഉണ്ടാക്കിയാലും മതിയാവും. എനിക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടിയില്ലാട്ടോ. ഇങ്ങനെ ചുറ്റിക്കുന്ന സമയത്ത് ഷേപ്പ് കിട്ടിയിട്ടില്ല, നിങ്ങളത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമുക്കൊരു അടപ്പ് വെച്ച് മൂടി വയ്ക്കാം. 1 തവി മാവാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. മെല്ലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഒരടപ്പ് വെച്ച് അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, നമ്മളുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. വളരെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിറയെ ഹോൾസൊക്കെ ആയിട്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒഴിച്ച് നോക്കാം. ഒന്നുകൂടെ ഒഴിക്കാം. 1 തവി ഒഴിച്ചാൽ മതിയാവും. എന്നിട്ട് മെല്ലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഒഴിക്കുമ്പോൾ തന്നെ നിറയെ ഹോൾസൊക്കെ വരുന്നുണ്ട്. അതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 സെക്കൻഡ് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതിയാവും. അത്ര മതിയാവും. ഓക്കെ, ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ അപ്പം ആയിട്ടുണ്ട്. കടലക്കറിൻ്റെ കൂടെ ചിക്കൻ കറിൻ്റെ കൂടെയും എല്ലാം ഇഷ്ടവും എന്തിൻ്റെ കൂടെയും ഇത് അടിപൊളിയായിട്ട് കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റാണ്. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണത്. അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും വരും. ഇത് ഞാൻ കടലക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കടലയും അപ്പവുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.